പാലക്കാട് കുഴൽമന്ദം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ പിഴവെന്ന് പരാതി. വയറുവേദനയുമായി എത്തിയ കുഴൽമന്ദം സ്വദേശി അലീമയ്ക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ഇടതുകാൽ തളർന്നു എന്നാണ് പരാതി. മാർച്ച് 22-ാം തീയതി വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ചു. കയ്യിലൊന്ന് വെച്ചു, ഇടുപ്പിലൊന്ന് വെച്ചു. ഇടുപ്പിൽ വെച്ചത് എനിക്ക് അപ്പോഴേക്ക് കാല് ഇഞ്ചക്ഷൻ വെച്ച് ഒരു നടക്കാൻ പറ്റാണ്ടായി. അവിടെ നിന്ന് തന്നെ ഞാൻ പറയുകയും ചെയ്തു, നല്ല വേദനയുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവർ നേഴ്സ് പറഞ്ഞു വേദനിക്കുന്ന ഇഞ്ചക്ഷനാണ്, അത് കുറച്ച് നേരം ഉണ്ടാകും പറഞ്ഞു. ഇപ്പോൾ പാൽനീരാണ് കാണിക്കണത്. ഇപ്പോൾ എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നടക്കാനും ഒക്കെ. ഞാൻ തുടക്കത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു, മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു. അപ്പോൾ അവരത് മാറും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ചായ വാങ്ങി തന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിടുകയാണ് അവർ ചെയ്തത്. പിന്നെ ഇതുവരെയായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണമോ ഒരു ഫോൺ കോളിൽ ഒരു അന്വേഷണമോ വന്ന് അന്വേഷിക്കേണ്ട, ഒരു ഫോൺ കോളിൽ പോലും ഇതുവരെ ഞങ്ങളെ അന്വേഷിച്ചിട്ടില്ല. എനിക്കിനിപ്പോൾ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ വേണം, എൻ്റെ അടുത്ത് അതിന് വഴിയില്ല. ഇപ്പോൾ എനിക്ക് പണിക്കും പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ എൻ്റെ വരുമാനത്തിലാണ് ഈ വീട് കഴിയണത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 3000-4000 ഓരോ ദിവസം പോകുമ്പോൾ വരുന്ന ബില്ല്. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. DMOയ്ക്ക് കുടുംബം പരാതി നൽകും. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, വയറുവേദനയുമായി എത്തിയ അലീമയാണ്. ഇപ്പോൾ ഒരടി നടക്കാൻ കഴിയാത്ത വിധം കാലിന് വലിയ വേദനയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാർച്ച് 22-ാം തീയതിയാണ് ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള അസഹനീയമായ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അലീമ ചികിത്സയ്ക്കായി പോയത്. അപ്പോൾ അലീമയ്ക്ക് വേദന ശമിക്കുന്നതിനായി അവിടുത്തെ ഡോക്ടർ കയ്യിലും അതുപോലെ തന്നെ ഇടുപ്പിലും ഓരോ ഇഞ്ചക്ഷനുകൾ വെച്ചു. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ വെച്ച ശേഷം അലീമയ്ക്ക് കാലിൽ വേദന അനുഭവപ്പെടുന്നതായി അപ്പോൾ തന്നെ ഡോക്ടറോട് പറയുകയുണ്ടായി. പക്ഷേ ഡോക്ടർ ഇത് ചെവികൊണ്ടില്ല എന്നാണ് അലീമ ആരോപിച്ചത്. നമ്മളോടും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഇഞ്ചക്ഷൻ വെച്ച ശേഷം ഉണ്ടായ ഒരു വേദനയാണ്, അത് മാറിക്കോളും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 2 മാസം, അതായത് പോകെ അലീമയുടെ കാലിന് വേദന കൂടുകയുണ്ടായി. കാല് ഊന്നി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. കാല് ഇപ്പോൾ തളർന്ന ഒരു അവസ്ഥയിലാണ് അലീമയുള്ളത്. അലീമ പാലക്കാട്ടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അലീമയുടെ കാലിലെ ഞരമ്പുകൾ തളർന്നിരിക്കുകയാണ്, ഇതിന് വലിയൊരു ചികിത്സ തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുടുംബം സാധാരണ ഒരു നിർധനരായ ഒരു കുടുംബമാണ്, അവർക്ക് ചികിത്സിക്കാൻ ഇപ്പോൾ പണമില്ല. അപ്പോൾ എന്തായാലും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ടായ ചികിത്സാ പിഴവാണ് ഈ കാല് തളർച്ചയ്ക്ക് പിന്നിലെന്ന് അവർ പറയുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ DMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അല്പസമയം മുൻപ് കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിലും അവർ CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും DMO ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് സൂപ്രണ്ടിന്റെ പ്രതികരണം തേടി, പക്ഷേ അവർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കാരണം ഇതൊരു അന്വേഷണം നടക്കുന്നതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, പിന്നീട് പ്രതികരിക്കാമെന്നാണ് നമ്മളെ അറിയിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് DMO ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച ഇഞ്ചക്ഷന് ശേഷമാണ് 28 വയസ്സ് മാത്രം പ്രായമുള്ള ഈ അലീമയുടെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കട്ടെ. അലീമയ്ക്ക് ഇക്കാര്യത്തിൽ നീതി ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മാത്രമല്ല, ഇത്തരം ചികിത്സാ പിഴവുകളാണ് എന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. ചികിത്സാ പിഴവാണ് വരുത്തിയിട്ടുള്ളതെങ്കിൽ അക്കാര്യത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം. ഇപ്പോഴത്തെ ഈ അവസ്ഥ, അലീമയ്ക്കുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഈ അവസ്ഥ ഭേദമാക്കി, ദുരവസ്ഥ ഭേദമാക്കിക്കൊണ്ട് അതിനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.